ഹലോ ഗായ്സ്. ഞാനങ്ങനെ ഫൈനലി ന്യൂയോർക്കിലെത്തി കേട്ടോ. ന്യൂയോർക്ക് സിറ്റിയിലാണ്. ന്യൂയോർക്ക് സിറ്റിയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഇപ്പം മൺഡേ ആണ്. മൺഡേ ഇങ്ങനെ ഒരു ലോങ് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മഴയൊക്കെ പെയ്തു. ന്യൂയോർക്ക് സിറ്റി ഇങ്ങനെ ഞാനിപ്പോൾ ഒരു നാവിഗേഷൻ ഇട്ട് ഞാനിപ്പോൾ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ കുറേ ട്രാഷൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ന്യൂയോർക്ക് പോലീസിൻ്റെ വണ്ടിയാണ് കേട്ടോ. NYPD കണ്ടോ. അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ആർക്കറിയാം. ഇതെനിക്ക് ഇത് 36th സ്ട്രീറ്റിനാണ് ഇതിൻ്റെ. ഈ ന്യൂയോർക്ക് സിറ്റീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഗ്രിഡായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അവന്യൂസും സ്ട്രീറ്റ്സായിട്ട്. എനിക്കൊന്ന് 9th ഉം 8th ഉം അവന്യൂവിൻ്റെ ഇടയ്ക്കുള്ളൊരു ഭാഗമാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇത് അവന്യൂ നമുക്ക് അത് 9th അവന്യൂ ആ കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഫുൾ ട്രാഷൊക്കെയാണ്. നമ്മുടെ ഇപ്പോൾ നാട്ടിലേക്ക് പോലത്തെ ഒരവസ്ഥയാണ്. ഇവിടുത്തെ സിറ്റികളുടെ പ്രശ്നം അതാണ്. ഇത് വേണ്ട. ഇപ്പം നാവിഗേഷൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. നാവിഗേഷൻ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട്. ഇവിടെ ഒരു നോർത്തേൺ ഈസ്റ്റേൺ ചൈനീസ് റെസ്റ്റോറൻറ്റ്. നോർത്തേൺ ഈസ്റ്റേൺ. ഓക്കെ. ഇവിടെ ഇത് 9th അവന്യൂ ആണ്. 9th അവന്യൂ ഇതെല്ലാം വൺ വേ ആട്ടോ. ഒരു അവന്യൂ സൗത്തിലോട്ടാണെങ്കിൽ മറ്റേ അവന്യൂ പാരലായിട്ടുള്ളത് നോർത്തിലോട്ടാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രാഫിക് പാറ്റേൺ കൂടുതൽ കേട്ടോ. കണ്ടില്ല, അവിടെ കണ്ടില്ല ഒരു പാർക്കിംഗ്, ഒരു ഗരാജ്. പാർക്കിംഗ് ഗരാജ് അല്ല, ഒരു പാർക്കിംഗ് ലേഡ് പാർക്കിംഗ്. അങ്ങനെ അതിൻ്റെ മുകളിൽ പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ രാവിലെ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമും ആൾക്കാരൊക്കെ ഭയങ്കര ബിസി അവിടെ അല്ലേ. ആൾക്കാരൊക്കെ ഇല്ല, അതൊക്കെ എന്തൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസുകളും. ഞാനിപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ വാക്കിംഗ് സിഗ്നലാണ്. പിന്നെ ന്യൂയോർക്കിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാറുകളൊന്നും വാക്കിംഗ് ഈ സിഗ്നൽസ് ഒന്നും കാര്യമായിട്ട് നോക്കൂല. ആൾക്കാരുടെ ഇടയ്ക്കൂടെയൊക്കെ അവർ ഡ്രൈവ് ചെയ്യും. എസ്പെഷ്യലി ടാക്സി. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്, വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ പോകണം. കണ്ടിന്യൂ റൈറ്റാണ്, എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. നമ്മൾ 33rd സ്ട്രീറ്റ് ലെഫ്റ്റ്. ഇതിപ്പോൾ 34th ആണ്. ഇതൊക്കെ എനിക്കൊന്ന് ഓരോ മൈ ഗോഡ്, ഇതേത് വലിയൊരു ബിൽഡിംഗ് ആട്ടോ. അത് ഞാനത് കണ്ടില്ല ശരിക്കും. ഇത് കണ്ടോ. ഇതാണ് ന്യൂയോർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് അറിയുള്ളൂ. നമ്മൾ ഇങ്ങനെ ഡിസ്റ്റൻസ് എന്ന് വരുമ്പോൾ വലിയ സിറ്റി നമുക്ക് കാണാവേ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കൂല. സാധാരണ സ്ട്രീറ്റല്ല ഇനി കയറി. ഇതിപ്പോൾ ഏതാ ബിൽഡിംഗ് തന്നെ അറിയില്ല. ഇതൊക്കെ ഒരു വലിയ സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ നിന്ന ഹോട്ടലിൻ്റെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഇവിടെ ആൾക്കാരൊക്കെ ചെറിയ സ്ട്രീറ്റൊന്നും ആണെങ്കിൽ ആൾക്കാരിങ്ങനെ ബോധർ ചെയ്യൂല, നേരെ ക്രോസ് ചെയ്യും. ഇതുണ്ട്, ഇത് ഇവിടുത്തെ ബസ്സാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട്. അതാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കേട്ടോ, ആ കാണുന്നത്. ഓ മൈ ഗോഡ്, എന്താ അല്ലേ. ഇവിടുത്തെ ക്രോസിംഗ് ആയി. നമ്മളെ നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി വന്നിട്ട് എടുത്തിട്ട് പോകും. ഇന്ന് 33rd ആണെന്നല്ലേ, 33rd അല്ലേ. ഓക്കെ. രസമുണ്ട്. ഇവിടെ നല്ല ഭയങ്കര ചൂടാണ് ഈ ആഴ്ച. അത്യാവശ്യം നല്ല വാം വെതറാണ്. ഒരു 30 ഇന്നലെയൊക്കെ എനിക്ക് 32 ഡിഗ്രിയോ അങ്ങനെ കണ്ടായിരുന്നു തോന്നേ. ഇന്ന് കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. വലിയൊരു തണുപ്പോ അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇന്നലെ പിന്നെ അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു തിരക്കായിരുന്നു. ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം സമയം പോലെ. എനിക്കറിയില്ല ഏതാ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണ്. ഇല്ല, ഇത് ഇപ്പം ഞാനിപ്പോൾ കുറേ ആയി ഇങ്ങനെ ഈ ആപ്പ് വെച്ച് നടന്നിട്ട്. ഇപ്പം ഗൂഗിളിൻ്റെ ആപ്പിൽ തന്നെ അവർ പറയും ഇപ്പം ലെഫ്റ്റ് എത്താറാകുമ്പോൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഞാനിപ്പോൾ അത് തന്നെ ഒരു ജയിൽ വാക്ക് പോലെ നമ്മൾ ക്രോസ് ചെയ്തു. ഇതിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ റൈറ്റിലാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം.
ഇത് നമ്മുടെ അവിടുത്തെ ബിൽഡിങ്ങൊക്കെ പോലെ തന്നെ ഏകദേശം, വലിയ കുഴപ്പമില്ല. ഇവിടെ ജസ്റ്റ് നമ്മുടെ ബാഡ്ജ് ഒന്ന് എടുക്കാനാണേ. ഇവിടെ ഫുഡൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഈ കാലിഫോർണിയയിലെ ഓഫീസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളല്ലേ ഇവിടെ ഒരു ഓപ്പൺ സ്ഥലത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. കാരണം ഉള്ളിൽ നിന്ന് നമ്മൾ വീഡിയോ എങ്ങനെ എടുക്കുന്നേ അത്രയും നമ്മളങ്ങനെ കുറേ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ നമ്മളങ്ങനെ കറക്റ്റ് എനിക്ക് റൂൾ അറിയില്ല, പക്ഷേ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ആൾക്കാരൊക്കെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമല്ലോ. ഇതൊരു പുറത്താണ്, ഒരു പാറ്റിയോ ഏരിയ ആണ്. ഇതല്ല ഞാനിന്ന് എടുത്ത ഫുഡാണ്. ഇവിടുത്തെ ഓറഞ്ച് ജ്യൂസൊക്കെ അടിപൊളിയാണ്. ഫുഡ് ഭയങ്കര സിമിലറാണ്. ഇതിപ്പം എന്താണ്, ഇതൊരു ഒരു സോസേജാണ്, പിന്നെ ഒരു ബേക്കണുണ്ട്, പിന്നെ കുറച്ച് സ്ക്രാമ്പിൾഡ് ടോഫു, സ്ക്രാമ്പിൾഡ് എഗ്ഗ് വൈറ്റ് കണ്ടില്ല അവിടെ. എനിക്കൊന്ന് ചിലപ്പോൾ അവരിങ്ങനെ തീർന്നു പോകും, ഇന്ന് സമയം കഴിയാറായല്ലോ ഓൾമോസ്റ്റ്. അപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ യോഗേർട്ട് എടുത്തു. ക്യാൻലോപ്പാണ് ഫ്രൂട്ട്, ക്യാൻലോപ്പും നമ്മുടെ നാട്ടിലെ മസ്ക് മെലൺ എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ സ്ട്രോബെറി ഉണ്ടാകും. സ്ട്രോബെറി ഞാൻ എടുത്ത കൗണ്ടറിൽ തീർന്നു പോയി. അങ്ങനെ പിന്നെ ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഈ സാധനം. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ട്രൈ നോക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ ഓഫീസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റപ്പാണ്. നമ്മൾ ആ സിറ്റി ഒരു ആംബിയൻസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ വന്നൊന്ന് കയറി കഴിയുമ്പം പാറ്റേണൊക്കെ ഭയങ്കര സിമിലറാണ്. ഭയങ്കര എന്താണ് ഇതിൻ്റെ ലേ ഔട്ടും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയ ഓഫീസ് വരുമ്പോഴത്തേനും നമുക്കൊരു ചേഞ്ച് ആണല്ലോ. പക്ഷേ മറ്റേ എനിക്ക് തോന്നുന്നത് അതെല്ലാം ഒരു കുറേ യൂണിഫോം ആക്കി വെച്ചു. നമുക്കെല്ലാം വരുന്നവർക്ക് ആദ്യം എനിക്ക് കഫേ തന്നെ എവിടെയാണെന്ന് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതും ചോദിച്ചു കഫേ എവിടെയാണ്. അപ്പോൾ നമ്മൾ മുകളിലെത്തി. ഇവിടെ 5th ഫ്ലോറിലാണ്. ഇതെനിക്ക് അത്രയും വലിയ ബിൽഡിംഗ് അല്ല ശരിക്കും പറഞ്ഞാൽ, ഹൈറ്റില്ല. ന്യൂയോർക്കിലെ കുറച്ചൊരു ഡിഫറെൻറ്റാണ് അല്ലേ, ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഞാൻ വെച്ചു ന്യൂയോർക്കിലെ ബിൽഡിംഗ് ഒരു 30-40 നിലയൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യട്ടെ. ഇത് ഞാൻ ന്യൂയോർക്ക് ഓഫീസിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. ഇത് പിന്നെ ഒരു ഔട്ട്ഡോർ ഏരിയ ആണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇതെനിക്കൊന്ന് വേറെ ഒരു കഫേ ആണെന്ന് കേട്ടോ. ഇതിൻ്റെ താഴത്തെ ഫ്ലോറ്. ഇത് നല്ല രസമുണ്ട്. നമ്മൾ നോർമലി ബിൽഡിങ്ങിൽ നമ്മൾ ഇങ്ങനെ ഓരോ ഫ്ലോർസ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബോറിംഗ് ആയിരിക്കുമല്ലോ. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. എന്തോ കോങ് ഫുഡ്. The Far East Coast meets the East Coast. അടിപൊളി. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഇതല്ല, അത് ഞങ്ങളുടെ ഒരു മൈക്രോ കിച്ചണാണ് കാണുന്നത് അല്ലേ. അവിടെ കുറേ ഇങ്ങനെ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പുറത്ത് പോവാണ്. ഇതാണ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയാനുള്ള വ്യൂ കേട്ടോ. കിടലം വ്യൂ അല്ലേ. ഇതാണ് ഓഫീസ്. ഇത് എന്ന് പറഞ്ഞാൽ പെൻ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങാണിത്. പെൻ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഏറ്റവും താഴോട്ടൊക്കെ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. എന്താ അടിപൊളിയാണ്, അടിപൊളി വ്യൂ അല്ലേ. ഇവിടെയൊക്കെ എനിക്കൊന്ന് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നല്ല അടിപൊളി. എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാലേ, ഇന്ന് നല്ല റൂമിലോട്ടൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ഒരു 7:15.
ഇത് കണ്ടില്ലേ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്യാബ് ഡ്രൈവേഴ്സൊക്കെയാണെന്ന് തോന്നുന്നത്. ഈ സൈഡിൽ കൂടെ എനിക്ക് തോന്നുന്നത് ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, നമ്മുടെ ഇന്ത്യൻസും പാകിസ്ഥാനീസൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ. കുറേ ക്യാബ് ഡ്രൈവിങ്ങും, പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡുകളുണ്ട്. ഈ ഗീറോ എന്നൊക്കെ പറയും, ഗീറോ ഒരു റൈസ് ചിക്കണും അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി ഒന്ന് ക്രോസ് ചെയ്താ, അല്ലെങ്കിൽ പിന്നെ അടുത്ത സിഗ്നലിന് വെയിറ്റ് ചെയ്യേണ്ടി വരുവേ. ഇതിപ്പോൾ ഞാൻ നാവിഗേഷനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഓൾമോസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക വഴിയൊക്കെ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വലിയ മുട്ടൻ ബിൽഡിങ്ങുകളാട്ടോ. ഇതൊക്കെ എത്ര നിലയാണെന്ന് ആർക്കറിയാം. ഇന്ന് ഞാൻ പോകുന്ന റെസ്റ്റോറൻ്റ് അല്ലേ, ഇന്ന് ഞാൻ പോകുന്നത് ഒരു ബാർബിക്യൂ ആണ്, കൊറിയൻ ബാർബിക്യൂ. ഇന്നലെ പോയതാണ്. ഇന്നലെ പോയപ്പം അവിടെ അത്യാവശ്യം ഇതായിരുന്നു, ഫുള്ളായിരുന്നു, ഭയങ്കര ഡിമാൻഡ് അവിടെ. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് റിസർവേഷൻ കിട്ടുന്നത് രാത്രി 10:45 റിസർവേഷന്. അപ്പോൾ അത്രയ്ക്കും കിടലായിരിക്കും, കാരണം അവിടെ അത്രയ്ക്ക് ചലഞ്ചിങ്ങാണ് അവിടെ റിസർവേഷൻ കിട്ടുക. ഇത് കണ്ടില്ലേ, ഇടയ്ക്കോടെയൊക്കെ വണ്ടികളും ഫുള്ള് മെസ്സാണ്. ഇത് കണ്ടില്ലേ, ഇപ്പം ലൈറ്റ് കഴിയുന്നേ ഉള്ളൂ, അപ്പം തന്നെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ എൻ്റെ ഇവിടെയല്ല എൻ്റെ ഹോട്ടൽ, കുറച്ചുകൂടെ അപ്പുറത്താണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്തൊരു ഫ്ലവർ ഷോപ്പൊക്കെ സൈഡിൽ. ഇതിപ്പോൾ സ്ട്രീറ്റൊന്നും അത്രയൊരു രസമില്ല, അല്ല മറ്റേതിന് അത്ര രസമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് മാറുന്നതനുസരിച്ച് സ്ഥലങ്ങൾ മാറുന്ന കണ്ടില്ലേ പെട്ടെന്ന്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ പാർക്കിംഗ് സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഇത് യൂക്കോൺ, GMC യൂക്കോൺ. ഇതൊരു കിടലൻ വണ്ടി കേട്ടോ, അത് ഒരു ഫുൾ സൈസ് SUV അത്. ഇത് കണ്ടില്ലേ, ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ. ഒരാൾ സിഗ്നൽ വരാണ്ട് ക്രോസ് ചെയ്തു. ഇപ്പോൾ സിഗ്നൽ വന്നു അല്ലേ. എനിക്ക് തോന്നുന്നു എൻ്റെ ഹോട്ടൽ ഇവിടെയാണോ നോക്കട്ടെ. 42nd 35th 36th ഇവിടെയാണോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്കൊന്നുകൂടി നടന്നു നോക്കാം അല്ലേ. ഒന്നുകൂടി അപ്പുറത്താണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും തെറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു കിടക്കാം. കിട്ടല്ലേ, ഇവിടെ ഇങ്ങനെ സ്മോക്ക് ഷോപ്പ്, ബ്രേക്ക് ബാർ എന്താണാവോ അല്ല, എനിക്കൊന്ന് ഡാൻസൊക്കെ കളിക്കുന്ന ബാറായിരിക്കും ചിലപ്പോൾ അല്ലേ, ആർക്കറിയാം. ഇവിടെ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ എത്രയോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് പറയാം, എത്രയോ തൗസൻഡ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം പറഞ്ഞാൽ ഒരാളുടെ ലൈഫ് ടൈമിൽ എല്ലാ ദിവസവും കഴിച്ചാലും അത്രയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ. കഴിച്ച് തീരില്ല എന്നാണ് പറയുന്നത്, അത്രയും നമ്പർ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോയി നോക്കാം. 36th സ്ട്രീറ്റ് ഇവിടെ പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇത് കുറച്ചുകൂടി ഒരു നാരോ സ്ട്രീറ്റാണ്. സ്ട്രീറ്റുകൾ ഭയങ്കര നാരോ ആട്ടോ. ഇത് തന്നെയാണ് കണ്ട, ഓർമ്മയില്ലേ രാവിലത്തെ ഈ നോർത്തേൺ ഈസ്റ്റേൺ ചൈനീസ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം മെമ്മറി കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നോർമലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ഈ ഷോപ്സൊക്കെ അങ്ങ് ഓർത്ത് വെക്കേ, നമ്മളീ പോകുന്ന വഴിക്ക് അങ്ങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാലേ അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടും നമുക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ. എനിക്ക് ഇന്ന് രാവിലെ എനിക്കൊന്ന് ഈ ഇതുപോലത്തെ ഒരു വാൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ സെയിം അല്ല, ഈ NYPD എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ. ഭയങ്കര ഫേമസ് അവർ എന്ന് വെച്ചാൽ NYPD എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ മൂവീസിലൊക്കെ കുറേ കാണുന്നല്ലേ. ഇതെനിക്ക് തോന്നുന്നൊരു ഹോട്ടലാണോ അല്ലേ, ഓപ്പോസിറ്റ് വലിയ ബിൽഡിങ്ങാണ്. ഇതിങ്ങനെ ഭയങ്കര നാരമാണ്, നടക്കാനൊന്നും അധികം സ്ഥലമൊന്നുമില്ല. എൻ്റെ ഹോട്ടലിലെ കീ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു.
ഇത് അല്ല, ഇത് ഫെയർഫീൽഡ് ബൈ മാരിയറ്റ്. ഇത് അല്ല, ഇതൊക്കെ ഓരോ ചെയിനുകളാണ്. ഞാൻ നിൽക്കുന്ന അവിടെയാണ് ക്രൗൺ പ്ലാസ. ഈ കാണുന്നതാണ് ക്രൗൺ പ്ലാസയൊക്കെ. നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിലെ ക്രൗൺ പ്ലാസ പുറത്തുനിന്നൊക്കെ വലിയ ബിൽഡിങ്ങാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. ഇത് പഴയൊരു ഹോട്ടൽ ബാർബറോ എന്തൊക്കെയല്ലേ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് വലിയ രസമൊന്നുമില്ല. പുറത്തുനിന്നുള്ള എൻട്രി ഒന്നും ഭയങ്കര സംഭവമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലേ, ഇതിങ്ങനെ കയറുക കേട്ടോ. ഇവിടെ ലെഫ്റ്റ് ഇവിടെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്താണ് പരിപാടി? നമ്മുടെ ഇന്ന് ഡേ 2 ആണ്. ഡേ 2 ഡേ 3 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എത്തിയതൊരു സൺഡേ രാത്രിയാണ് ന്യൂയോർക്കിൽ. ഇന്നിപ്പോൾ ഇവിടെ ട്യൂസ്ഡേ ആണ്. അപ്പോൾ ആൾക്കാരൊക്കെ രാവിലെ നല്ലതെന്ന് എനിക്ക് ആൾക്കാരൊക്കെ ലേറ്റാണ് കുറച്ച് ന്യൂയോർക്കിൽ. കാരണം ഈ കിടക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കുമല്ലോ. അപ്പം ഞാനും ലേറ്റാണ്. ഞാനും ഇന്നലെ നമ്മുടെ എന്തായിരുന്നു സ്റ്റേക്ക് ഹൗസ് അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് ആൾക്കാരുണ്ടല്ലേ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലൊക്കെ ഇരുന്ന് സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോലെ അല്ലേ ഏകദേശം. ന്യൂയോർക്ക് ആൾക്കാർക്ക് ഇങ്ങനെ സിറ്റിയിൽ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറ്റിയാണ്. അങ്ങനെ ഒരു ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൾക്കാർ കണക്ഷൻസും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടേക്ക് ഇന്നലെയൊക്കെ രാത്രി വരുമ്പോൾ ഈ സ്ട്രീറ്റൊക്കെ ഭയങ്കര മെസ്സിയായിരുന്നു. എന്നുവെച്ചാൽ ഫുള്ള് ട്രാഷൊക്കെ വെച്ച്. പക്ഷെ ഇപ്പോൾ അതൊക്കെ എല്ലാം മാറി, വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിൽ കുറച്ച് ട്രാഷ് ഉണ്ടെന്ന് തോന്നേ. ആൾക്കാരൊക്കെ എന്തൊക്കെയോ ഷോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ കോമഡി ആയിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, എൻ്റെ റൂമിൻ്റെ എന്താ സംഭവം എന്നറിയില്ല. ഞാനങ്ങനെ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയില്ല. ഭയങ്കര നിലവിളി ഒച്ചപ്പാടോ എന്തൊക്കെയാണ്. നമ്മുടെ നാട്ടുകാരാന്ന് തോന്നുന്നത്. എന്തൊക്കെയോ ഭയങ്കര എന്തൊരു ഫൈറ്റൊക്കെ നടക്കുന്ന പോലെയായിരുന്നു. അത് കേട്ടാൽ ഞാൻ എഴുന്നേറ്റത്. അങ്ങനെ രാവിലെ ഉറക്കം പോയി കിട്ടി, അത്യാവശ്യം ഉറക്കം പോയി കിട്ടി. പിന്നെ സോക്കേന്ന് വിചാരിച്ച് അങ്ങ് എന്തായാലും ടൈം പോയി. അപ്പം പിന്നെ ഞാനങ്ങ് എഴുന്നേറ്റ് ഓഫീസിൽ പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കുന്ന, അപ്പാർട്ട്മെൻറ്റല്ലോ ഹോട്ടലിൽ നിന്ന് കാണുന്ന ബിൽഡിങ്സ്. ഈ കാണുന്നതൊക്കെ ആ ബിൽഡിംഗ് അല്ലേ ഫ്രണ്ടിൽ കാണുന്നത്. അതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ കാണുന്നത്. ഇതല്ല ഒരു പുള്ളി വരുന്ന നാട്ടിലെ. കണ്ടോ, ഇതിങ്ങനെ കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് സിറ്റീൻ്റെ ഒരു വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പ്രത്യേകതരം ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ക്രൗഡാണ് ന്യൂയോർക്ക് സിറ്റിയിൽ. കാരണം എല്ലാ നാട്ടുകാരും ഉണ്ട് ഇവിടെ. കാരണം ഇപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടക്കുന്ന ആൾക്കാരെ എല്ലാവരും, എനിക്ക് തോന്നുന്നൊരു നമ്മളൊരു സാമ്പിൾ സൈസ് ഒരു 100 പേര് ഇവിടുന്ന് ഈ റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് ഈ ന്യൂയോർക്കിൽ. എനിക്കൊന്നും ഇത്ര ഡൈവേഴ്സിറ്റി ഞാൻ ലോകത്ത് എവിടെയും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുവേ. ഈ പല പ്രൊഫഷൻസ് ഉണ്ടല്ലോ. ഇത് കണ്ടില്ലേ പോലീസ് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കണേ. ഇപ്പം ന്യൂയോർക്ക് പോലീസാണ്. ഇതിലൂടെ ഡ്രൈവ് ചെയ്യലൊരു ഭയങ്കര മെനക്കേടാ കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അവിടെ, 1-2 പ്രാവശ്യം. ഭയങ്കര മെസ്സാണ്. ഇത് നമുക്ക് ക്രോസ് ചെയ്യണം. ഇപ്പോൾ ഒരു ബസ് വന്ന് ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. ഇതിപ്പം അവിടെ എനിക്കൊന്ന് ക്രോസിങ് ആയി ഓൾറെഡി. അപ്പോൾ ആൾക്കാരെ കണ്ടില്ലേ സൈഡിൽ കൂടെയൊക്കെ അങ്ങ് പോയി. അത്യാവശ്യം വഴിയൊക്കെ പഠിച്ചു. അത്യാവശ്യം നമുക്ക് ഇതിലൂടെ എടുക്കാനുള്ള വഴിയൊക്കെ ആയി.
ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് ഇന്നത്തെ പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നുമില്ല. കാരണം എൻ്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓഫീസ് വിസിറ്റ് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതാണോ എന്താ സംഭവം അറിയില്ല. ഫോട്ടോ എടുക്കാനാണോ ആർക്കറിയാം എന്നാന്ന്. നല്ല തിരക്കുണ്ടെന്നായാലും ലൈനൊക്കെ ഉണ്ട് രാവിലെ തന്നെ. ചിലപ്പോൾ ഇനി വല്ല പാസ്പോർട്ടിനോ അങ്ങനെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് എന്തെങ്കിലും എടുക്കാനായിരിക്കും, ആർക്കറിയാം. ഇത് നമ്മൾ മെറ്റേൻ്റെ ഇവിടെ എത്തി. മെറ്റേൻ്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. ഇതാണ് നമ്മുടെ ബിൽഡിംഗ് ആണോ ഈ കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ പറയില്ല അല്ലേ. ഇത് കണ്ടില്ല, നേരെ കാണുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് കടന്നാൽ മതി സംഭവത്തും. ഞാൻ പിന്നെ ഇല്ല, ഇന്നത്തെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ആയിട്ടില്ല. ഞാനൊരു വേറെ ഒരു മിഷലിൻ സ്റ്റാർ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, സെമ്മ എന്ന് പറഞ്ഞ ഒരു തമിഴ് സ്റ്റൈല്. അവിടെ പക്ഷേ ഈ ഒരു സ്ലോട്ട് കിട്ടണമെങ്കിൽ, റിസർവേഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അറിയില്ല, ചിലപ്പം കിട്ടുവാണെങ്കിൽ പോവും. അങ്ങനെയൊക്കെ കുറച്ച് ഓപ്പണാണ് ഇന്ന് വൈകുന്നേരത്തെ പ്ലാൻ. നോക്കാം, ഏതെങ്കിലും ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് പോകുന്നു. അപ്പോൾ ശരി ഗൈസ്, എന്തായാലും ഓഫീസിലോട്ട് കയറട്ടെ. ഇത് തന്നെയാണോ വഴി? ഇത് തന്നെയാണ് തോന്നുന്നു. ഓക്കെ ശരി. ഹലോ ഗൈസ്, ഇന്ന് ഇവിടുത്തെ നമ്മുടെ തേർഡ് ഡേ ആട്ടോ. തേർഡ് മോർണിംഗ് ആണ് ഇന്നത്തെ. ഇന്ന് ഞാൻ വേറെ റൂട്ട് എടുക്കുകയാണ് ഓഫീസിലോട്ട്. നമ്മളെപ്പോഴും സ്ഥിരം റൂട്ട് മാറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ചു. അല്ലേ, രാവിലെ കണ്ടല്ലേ ഇവിടെ എല്ലാം തുറന്നു വരുന്നേ ഉള്ളേ. നിങ്ങൾ ഈ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ ഇവിടെ 9:20 സമയം. ഇവിടെ നൈറ്റ് ഭയങ്കര ആക്റ്റീവാട്ടോ. ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു സ്ഥലത്ത് പോയായിരുന്നു വൈകുന്നേരം. ഇവിടുത്തെ ഒരു പോക്കർ ഗെയിമിന് പോയായിരുന്നേ. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ച് ഞാൻ നടന്നു വരുമ്പോഴൊക്കെ രാത്രി 11 12 അപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് സിറ്റിയൊക്കെ. ആൾക്കാരൊക്കെ നമുക്ക് തീരെ നമ്മൾ ഈ നോർമലി സിറ്റീസിലൊക്കെ നമുക്ക് കുറച്ച് കെയർഫുൾ ആയിരിക്കണമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഡൗട്ട്ഫുൾ കുഴപ്പമുള്ള സ്കെച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണും, പക്ഷേ വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലം അത്. പിന്നെ ചില ഏരിയാസ് ഉണ്ടാവും കേട്ടോ, അത്യം ഇങ്ങനെ അത്ര നല്ല ഏരിയ ഒന്നും അല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ സോഫാർ എനിക്കിവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസാണ്. വേറെ സിറ്റികൾ ഇപ്പം ഞാൻ സാൻ ഫ്രാൻസിസ്കോയോ സിയാട്ടലോ ഒക്കെ എടുത്ത്, സിയാട്ടലൊക്കെ ഞാൻ അവന്യൻ്റെ പേര് പറഞ്ഞു, സെക്കൻഡ് അവന്യൂ അങ്ങനെ കണ്ടാണേ. അവിടെയൊക്കെ നമുക്ക് പേടിയാവും ശരിക്കും പറഞ്ഞാൽ നടക്കാൻ. എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്. ഇന്നലെ ഇതിലൂടെയൊക്കെയാണ് ഞാൻ പോയത് രാത്രി. ഇന്നലെ എനിക്ക് തോന്നുന്ന ആ വീഡിയോ ഇതിലെനിക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. കുറച്ച് മഴയൊക്കെ ആയിരുന്നേ, അപ്പോൾ അത്യാവശ്യം ഒരു മെനക്കേടായിരുന്നു ഷൂട്ടൊക്കെ ചെയ്യാൻ. അത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഈ ട്രാവലിൻ്റെ വീഡിയോ എല്ലാം കുറേ കിടപ്പുണ്ടേ, പക്ഷെ നമുക്ക് വല്ലാണ്ട് സമയം കിട്ടുന്നില്ല. ആ കാണുന്നതാണ് പെൻ സ്റ്റേഷൻ കേട്ടോ. നേരെ കാണുന്ന പെൻ സ്റ്റേഷൻ. ഞാനിപ്പോൾ ഇതിലൂടെ പെൻ സ്റ്റേഷൻ ഇതേതൊരു വലിയൊരു ബിൽഡിങ്ങാണ് പെൻ സ്റ്റേഷൻ. അല്ലാണ്ട് ഇതൊക്കെ ഭയങ്കര ആക്റ്റീവ് ഏരിയാസ് കേട്ടോ ന്യൂയോർക്ക് സിറ്റിയിലെ. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ വേറെ ഡയറക്ഷനിലാണെന്ന് വന്നേ. അപ്പോൾ സിറ്റി എനിക്ക് എൻ്റെ ഓഫീസ് ഈ ബിൽഡിംഗ് കഴിഞ്ഞിട്ടാണ്, ഈ പെൻ സ്റ്റേഷൻ്റെ. ഇതിപ്പോൾ ഒരു ടണൽ പോലെയല്ല നമ്മൾ നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ബിൽഡിങ്ങിലൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ ചെയ്തൊരു പ്ലാറ്റ്ഫോം ആകും. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് കുറേ വീഡിയോസ് ഉണ്ടല്ലോ, ഇങ്ങനെ റോഡ് വർക്ക് കിടക്കുമ്പോൾ ഒരു എലവേറ്റ് ചെയ്തിട്ട് താഴെ റോഡ് വർക്ക് കിടക്കും. അതൊക്കെ ഒരു സ്റ്റൈലാണ്. ഇത് മുകളിലാണ് വർക്ക് കിടക്കുന്നത്. ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഇവിടെയൊക്കെ. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അതാണ് തടിക്ക് നല്ലത്, കാരണം ആ വണ്ടിയൊക്കെ പോകാൻ കിടക്കുന്നതാണ്. ആ കാണുന്ന കേട്ടോ പെൻ സ്റ്റേഷന്, ആ റൗണ്ട് ബിൽഡിംഗ് അല്ലേ. എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ഓഫീസ്. അപ്പോൾ എവിടെയാണെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് നടന്നു നോക്കാം.
എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് വരുമ്പം ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോയി റൈറ്റില്ല, അങ്ങനെ കണ്ടാണ്. അല്ലേ, ആൾക്കാരൊക്കെ ഹോണൊക്കെ അടിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഈ പെൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ന്യൂയോർക്കിൽ നിന്ന് ഉള്ള മെയിൻ എല്ലാ ട്രെയിനുകളും. എംപയർ സ്റ്റേറ്റും ഉണ്ടോ അവിടെ? എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ് കാണുന്നത്. അല്ലേ, എന്നാ വ്യൂ ആണ്. ഈ പെൻ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ന്യൂജേഴ്സി, താഴോട്ടൊക്കെ മേരിലാൻഡോ, വാഷിങ്ടൺ, അങ്ങോട്ടൊക്കെയുള്ള ട്രെയിനുകൾ, ബോസ്റ്റൺ, നോർത്തിലോട്ട്, അതെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. ഇത് നല്ലൊരു ആംബുലൻസ് വരുന്നതാണ് കേട്ടോ. ആംബുലൻസ് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടാണ് വരേണ്ടത്. അല്ലേ, ഇങ്ങോട്ടല്ല. അപ്പോൾ എല്ലാം മൊത്തത്തിലെല്ലാം ഉള്ള ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വലിയ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതല്ല, ഈ ജസ്റ്റ് ഒരു മുകളിലത്തെ ബിൽഡിംഗ് ആണേ. ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെയർ താഴോട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ന്യൂജേഴ്സിയിൽ നിന്നൊക്കെ ന്യൂയോർക്കിലോട്ട് വരുമ്പം ഇത് ഫുൾ കൺഫ്യൂഷനായി. സ്റ്റേഷൻ പഴയ സ്റ്റേഷനാണ്, പക്ഷേ പണ്ടത്തെ ഒരു ഭയങ്കര ഹൈടെക് ആയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റേഷനാണ്. ഇത് ഹൈടെക് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ട് ലുക്കൊന്നുമല്ല, പഴയ ലുക്കാണ്. പക്ഷേ ഇത് അങ്ങ് കിടക്കുവാണ് താഴോട്ട്. ഇപ്പം എൻ്റെ ഓഫീസുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പിടിയെത്തി. എൻ്റെ ഓഫീസ് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്, ഈ റൈറ്റ് സൈഡിൽ. ഇപ്പം കുറച്ച് പെൻസിൽവേനിയ സ്റ്റേഷൻ എന്ന് കണ്ടല്ലേ, അത് പെൻ സ്റ്റേഷനാണ് ആൾക്കാർ പറയുക. പെൻ സ്റ്റേഷൻ. അല്ല, ആൾക്കാരത് സിഗ്നലൊന്നും നേരിട്ട് നോക്കുന്നൊന്നുമില്ല അല്ലേ. ഇതാണ് ടു ട്രെയിൻസ് എന്നൊക്കെ ഉണ്ടല്ലേ. ഇത് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇതിലെ സ്ഥലമൊക്കെ ആകെ മാറിപ്പോയി കേട്ടോ, പണ്ടത്തെ ഒരു സ്റ്റൈലിൽ നിന്ന്. നമ്മുടെ അവിടെ എൻട്രൻസ് താഴെയാണ് ആ കാണുന്നത്. വേറെ എൻട്രി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കണ്ടില്ലേ, ഇവിടെ മെറ്റാന്നോ ഫേസ്ബുക്കൊന്നും എവിടെ എഴുതിയിട്ടില്ല. കുറേ ഈ വലിയ കമ്പനികളുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർ ചില സ്ഥലങ്ങളിലൊന്നും അവരിങ്ങനെ എഴുതാറില്ല. ഇപ്പം ഗൂഗിളോ ആമസോണിൻ്റെ ഒക്കെ എനിക്ക് ഞാൻ പണ്ട് വർക്ക് ചെയ്തൊരു ബിൽഡിംഗ് ഉണ്ട് സാന്റക്ലാരയിൽ. അപ്പോൾ അവിടെയൊന്നും ഒന്നും എഴുതുപോലുമില്ല. ഇതാണിപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ആണത് ഈ കാണുന്നത്. പക്ഷെ ഒന്നുമില്ലല്ലോ, ഒരു എവിഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും കഴിച്ച് ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തതായി. ഇന്നലെ മിസ്സായി ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നലെ ലേറ്റായത്. ഇപ്പം അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു പ്ലാനൊക്കെ ആകുമ്പം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ 4th ഡേ ആണ് ഇവിടെ. ഞാൻ ഇൻട്രസ്റ്റിംഗ് സംഭവം കണ്ടേ ഇവിടെ. ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഈ വണ്ടി കണ്ടില്ലേ, ഈ പോലീസ് വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ ഫുള്ള്. ഇതിങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നത് റോഡ് സൈഡിലാണ്. എനിക്കൊന്ന് അവർ സ്ട്രീറ്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തേക്കുക. എനിക്കതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പാർക്ക് ചെയ്യാൻ എനിക്കൊന്ന് വേറെ സ്ഥലമില്ലാന്ന്, എനിക്ക് സ്പേസ് കുറവായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുക ലൈൻ. ഒരു 10 വെഹിക്കിൾസ് ഉണ്ട് ഇങ്ങനെ. പിന്നെ സിറ്റീൻ്റെ പല ഏരിയയിലും ഇങ്ങനെ കണ്ടു കേട്ടോ ഞാൻ. എനിക്കൊന്ന് ഭയങ്കര ലിമിറ്റഡാണെന്ന് തോന്നുന്നു ഇവിടെ പാർക്കിംഗ് സ്പേസൊക്കെ. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ ഞാനത് കുടയൊന്നും പുറത്തെടുത്തില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് ചുമ്മാ അങ്ങ് എടുത്തു. ഇനി വെറുതെ നനയുന്നതെന്ന് വിചാരിച്ച് കുട കയ്യിലുമുണ്ട്, വെറുതെ കയ്യിൽ വെക്കണ്ടേ. അങ്ങനെ ഇന്നിങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നലത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഹോപ്പ്ഫുള്ളി മഴ വൈകുന്നേരം ഒന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നല്ല ക്ലിയർ വ്യൂ ഉണ്ടാകുന്നേ. നമുക്ക് നോക്കാം എന്താ സംഭവം. അപ്പോൾ ശരി ഗൈസ്, വേണമെങ്കിൽ നമ്മുടെ എംപയർ സ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ കൂടെ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാം. നമ്മുടെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നല്ലൊരു വ്യൂ ഉണ്ട് എംപയർ സ്റ്റേറ്റിൻ്റെ. എനിക്കെന്തായാലും ഇവിടുത്തെ ഒരു വാക്കിംഗ് പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എംപയർ സ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ് ആ വ്യൂ.
എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. നമ്മളാ ഇന്ന് ക്രോസ് ചെയ്ത് ഇതൊക്കെ വലിയ സാധനങ്ങളാട്ടോ ഈ ബിൽഡിങ്ങൊക്കെ. എന്നാ സാധനങ്ങളല്ലേ. ഓ ഇവിടെ അത് തന്നെ ഓ ഞാൻ വിചാരിച്ച എംപയർ സ്റ്റേറ്റ് കാണുന്നില്ല. ഭയങ്കര ക്ലോസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടി ഈ വ്യൂ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്തോ. ഇനിയിപ്പം ഇനിയിപ്പോൾ നാളെ ഉണ്ടാവും കേട്ടോ. നാളെ ഞാൻ ഓഫീസിൽ വരുന്നുണ്ട്. പക്ഷെ അറിയില്ല നാളത്തെ ടൈം പോലെ വീഡിയോ വേറെ റൂട്ട് വേണമെങ്കിൽ വരാം, മഴയൊന്നുമില്ലെങ്കിൽ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഞാൻ ഓഫീസിലോട്ട് കയറാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിക്കട്ടെ പോയിട്ട്, വിശന്നിട്ട് ചെയ്യാം. അപ്പം സി യു ടുനൈറ്റ് ഓർ ടുഡേ ഈവനിങ്. ഓക്കെ, കണ്ടില്ല ഇവിടെ കണ്ടില്ല ഇതൊക്കെ. അപ്പോൾ ഇന്ന് അതാണ് പരിപാടി. ഇന്ന് നമുക്ക് മറ്റേ വൺ വേൾഡ് ടവറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊക്കെ കയറി നോക്കാം ഇങ്ങനെയുണ്ടെന്ന് സംഭവം. എൻ്റെ കാലൊക്കെ വേദനെടുത്തിട്ട് വയ്യ. കാരണം ഞാനിന്ന് മറ്റേ ഒരു ഫോർമൽ ഷൂട്ടാണ് ഇട്ടത്. അത് ഇട്ടിട്ട് നമുക്ക് തന്നെ നടക്കാനൊക്കെ ഒരു മെനക്കേടാ ശരി. ഓ ഇത് കണ്ടില്ല NYPD ഒരു മൂട്ട കാർ പോകുന്നുണ്ടോ? അത് കൊള്ളാം അല്ലേ. രസമുണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു ഈ ട്രാഫിക് ബ്ലോക്കിന് കിടക്കോടെ നമ്മുടെ ഓട്ടോയൊക്കെ പോലെ ഇരിക്കുന്നു. ഓട്ടോനേക്കാളും ചെറുതാണെന്ന് കണ്ടിട്ട്. ഇതാ വേറൊരു മോഡൽ വൈ കണ്ടിട്ടല്ലോ. ടാക്സി ലുക്കുണ്ട്. അല്ല ഇത് അടിപൊളി വണ്ടിയാട്ടോ ഈ കിടക്കുന്നത്. അത് i7 ആണ്. i7 എന്ന് പറഞ്ഞാൽ 7 സീരീസ് ഇലക്ട്രിക്. നമ്മുടെ സ്ഥലം നല്ലല്ലോ അല്ലേ, നമ്മുടെ അടുത്താണ്. ഓ പറഞ്ഞ പോലെ നാളെ ഒരു കാര്യം ഇപ്പം ഇങ്ങനെ ഓർത്തതാണ്. നാളെ എൻ്റെ റൂം ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ ഒരു തലവേദനയുണ്ട് നാളെ. അപ്പം നാളെ രാവിലെ പോകുമ്പം നമ്മുടെ സാധനമൊക്കെ എടുത്തിട്ട് പോകണം. നമ്മൾ അത് പെട്ടെന്ന് അങ്ങ് ഓർക്കുമല്ലോ. നമ്മൾ ഫ്രൈഡേ വരെയാണ് ഞാൻ റൂം എടുത്തത്. അപ്പം ഫ്രൈഡേ രാവിലെ നമ്മളത് വെക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ചെക്കൗട്ട് അങ്ങനെ ചെയ്യണം. പിന്നെ വെറുതെ മെനക്കാണ്. എനിക്കെന്നുള്ളത് നമ്മുടെ അധികം വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആ ലഗേജൊക്കെ ഇട്ട് നേരെ ഓഫീസിൽ പോവാം. നാളെ എനിക്ക് കുറച്ച് പ്ലാനുണ്ട്. എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് ന്യൂയോർക്കിൽ. അങ്ങോട്ടൊന്ന് പോയാലെന്നുണ്ടൊരു പ്ലാൻ. നോക്കാം എന്താവുന്നു. എന്നാൽ ശരി ഗൈസ്, ഇനി നമുക്ക് ഞാൻ ഈ സബ്വേൻ്റെ ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്തെങ്കിലും. അവിടെ ടോട്ടൽ ഡാർക്കായിരിക്കും, ഭയങ്കര ക്രൗഡായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. എന്നാലും ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ, ഇവിടെ ഫുൾ ട്രാഷാണല്ലോ എല്ലാ ദിവസവും അല്ലേ. എല്ലാ ദിവസവും ഇവിടെ ഫുൾ ട്രാഷിൻ്റെ കളിയാണ്. ഇതെന്താ ട്രാഷിൻ്റെ ഗോഡൗണാണ് ഇവിടെ? എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ ട്രാഷ് കണ്ടുപോലെയുണ്ട്. ആർക്കറിയാം എന്താണ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പം പിന്നെ നമുക്ക് സബ്വേൻ്റെ പരിപാടി കാണാം. ഹലോ ഗൈസ്, ഞാനിപ്പം ഫ്രൈഡേ ഈവനിങ് ന്യൂയോർക്ക് സിറ്റിയിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കേട്ടോ. ഞാൻ ചുമ്മാ ഇറങ്ങിയതാണ്. ഞാൻ വീട്ടിൽ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങി. ഇത് കണ്ടില്ല, ആൾക്കാരൊക്കെ ലൈറ്റ് പോലെ നോക്കുന്നില്ല, ഇടിച്ചിട്ടൊക്കെ പോവാണ്. ഇവിടെ ആൾക്കാർ കണ്ടോ, എൻ്റെ മാധവ എന്നെ തിരക്കാന്നുണ്ടോ. ഫ്രൈഡേ ഒരു രാത്രി ഒരു 9 മണിയോ അങ്ങനെയാണ്ടൊരു സമയമാണ്. എന്നെ ബിസിയാണെന്നറിയോ സ്ട്രീറ്റൊക്കെ. ഇതൊന്നും അത്രയും വലിയ പ്രൈം ഏരിയ ഒന്നും അല്ല കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ ചെന്നാൽ ടൈം സ്ക്വയറും കാര്യങ്ങളൊക്കെ. എന്നാലും തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാന്നറിയോ. ഒരു വേറൊരു ആംബിയൻസ് ആണ്. ആൾക്കാരൊക്കെ അത്ര ആക്റ്റീവാണേ.